ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയനും കൈലാഷും പാർവതി ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ് അവർ വരികയാണ്. അപ്പോൾ പ്രിയനോട് നീ എങ്ങനെ അറിഞ്ഞെന്ന് കൈലാഷ് ചോദിക്കുമ്പോൾ എന്നെ ഗായത്രിയാണ് ഫോണിൽ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ കൈലാഷ് ഭൂമിക മേഡമാണ് ഫോണിൽ വിളിച്ച് പറഞ്ഞത് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പാർവതി കിടക്കുന്ന ഭാഗത്തേക്ക് ചെല്ലാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് ഡ്യൂട്ടി ഡോക്ടറും നഴ്സൊക്കെ വരികയാണ്. എന്നിട്ട് എന്താണ് പാർവതിക്ക് പറ്റിയത് എന്ന് ചോദിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ പറയണേ പാർവതിക്ക് മയക്കം തെളിയാനുള്ള മരുന്നാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ശേഷമാണ് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് പറയുമ്പോൾ കൈലാഷിന് ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങളെന്താ അപ്പോൾ ഇതുവരെയും നിങ്ങളുടെ ചീഫ് ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ടൊന്നുമില്ലേ? ഇല്ല, ഡോക്ടർ എമർജൻസി വാർഡിലാണ്, ഇപ്പോൾ ഡോക്ടർ വരും. കൈലാഷ് പറയണേ ഇതുവരെയും ഇവർ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഇവരിങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാൽ എങ്ങനെ ശരിയാവും? ഭൂമിക മേഡം, നമുക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയം പറയണത് വേണ്ട സാർ, നമ്മളിപ്പോൾ ഏതായാലും ഇവിടേക്ക് വന്നതല്ലേ, ഡോക്ടർ വന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയണം. അപ്പോഴത്തേക്കും ഡോക്ടർ വരികയാണ്. എന്താണ് ഇവിടെ ഇത്രയും പേർ കൂടി നിൽക്കുന്നത്, എല്ലാവരും പുറത്തു പോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാണ്. അപ്പോൾ കൈലാഷ് പറയാണ് നിങ്ങൾ എന്താ ഇതുവരെയും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്ന്? ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് 20 മിനിറ്റായി, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ കണ്ണു തുറക്കും എന്ന് പറയണം. അപ്പോഴത്തേക്കും പാർവതി കണ്ണു തുറക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും കാണുന്ന സമയത്ത് പാർവതി ഇതെങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ള ഭാവത്തിലാണ് എല്ലാവരെയും നോക്കുന്നത്. എന്നിട്ട് മീര, ഐഷ, ഭൂമിക മേഡം പാർവതി വിളിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അപ്പോൾ ഭൂമിക ചോദിക്കുകയാണ് എന്താണ് പാർവതി നിനക്ക് പറ്റിയത്, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സൈക്കിളിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തല കറങ്ങിയതാണ്. അപ്പോൾ ഐഷ ചോദിക്കുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. കൈലാഷ് പറയണേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പാർവതി സൈക്കിളിൽ പോവണ്ട എന്ന്, എന്നാലും നീ പറഞ്ഞ അനുസരിക്കില്ല, നീ അപ്പോഴും ആ സൈക്കിൾ വിടില്ല. അപ്പോൾ പാർവതി പറയണേ എൻ്റെ സുന്ദരി പാവമാണ് സാർ, എൻ്റെ സുന്ദരി എന്ത് തെറ്റ് ചെയ്തു, ഞാനല്ലേ വീണത്. അപ്പോൾ പാർവതി പ്രിയനെ നോക്കുകയാണ്. അപ്പോൾ പ്രിയൻ്റെ അമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങളും കൂടി ആലോചിക്കുകയാണ്. ഇനി മുതൽ പ്രിയനും നീയും അകന്നു നിൽക്കണം, നിങ്ങൾ തമ്മിൽ ഇനി ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട എന്ന് പറഞ്ഞ് ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് മിണ്ടാതെ നിൽക്കേണ്ടോ. അപ്പോൾ പ്രിയൻ അങ്ങനെ എന്താ പാർവതി എന്നോടൊന്നും മിണ്ടാത്തത് എന്നുള്ള ഭാവത്തിൽ പ്രിയനെ നോക്കുന്നുണ്ട്. എന്നിട്ട് മീര ചോദിക്കുകയാണ് എന്താ പാർവതി നിനക്ക് പറ്റിയത്, എപ്പോഴും നിനക്ക് തന്നെയാണല്ലോ ഇങ്ങനെ ഓരോന്നും വരുന്നത്, എന്താണെന്ന് അറിയില്ല മീര, വല്ലാതെ ടെൻഷൻ അടിച്ചാൽ ഇതുപോലെ മയക്കം വരും, അതായിരിക്കും. അപ്പോൾ കൈലാഷ് പറയണേ ഡോക്ടർ പാർവതിയെ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യണം, പാർവതിയെ ഫുൾ ചെക്കപ്പ് ചെയ്യണം. അയ്യോ വേണ്ട സാർ, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ പ്രിയം പറയണേ അത് വേണ്ട, നീ നടു റോട്ടിലൂടെ വരുന്ന സമയത്താണ് നീ മയങ്ങി വീണത്, അത് എന്താണെന്നുള്ളത് അറിയണ്ടേ, പിന്നെ എന്തെങ്കിലും വാഹനം വന്ന് നീ ആ വീണ സമയത്ത് വന്നിരുന്നെങ്കിൽ എന്താവും നിൻ്റെ അവസ്ഥ, അതുകൊണ്ട് ഉറപ്പായും നിന്നെ ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യണം. അയ്യോ വേണ്ട, എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് കയ്യിൽ ഗ്ലൂക്കോസ് കയറ്റിയതൊക്കെ വലിച്ചെറിയുകയാണ്. എന്നിട്ട് ഭൂമിക പറയണേ എന്തിനാണ് പാർവതി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എന്താ ഒരു ഫുൾ ചെക്കപ്പ് അല്ലേ നടത്തുന്നത്, അതിലിപ്പോൾ എന്താ ഒരു തടസ്സം പറയാനുള്ളത്? മേഡം, എനിക്കിപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ ഹോസ്റ്റലിലേക്ക് ഒന്ന് പോകണം. ഐഷ പറയണേ എന്താ പാർവതി നീ ഇങ്ങനെ പറഞ്ഞ അനുസരിക്കാത്തത്, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം കേൾക്ക്, എനിക്കിവിടെ ഹോസ്പിറ്റലിൽ നിന്നാണ് ആദ്യം പോവേണ്ടത്, അതാണ് നിങ്ങൾ എന്നോട് ചെയ്യേണ്ടത്. അപ്പോൾ മീര പറയണ മാഡം പാർവതി പറയുന്നത് അങ്ങ് അനുസരിക്കാം, അല്ലെങ്കിൽ അവൾ ഇനിയും വാശി പിടിക്കുമെന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്ക് ഹോസ്റ്റലിലേക്ക് പോവാം, നിങ്ങൾ ബില്ല് തരൂ, ഞാൻ ബില്ല് അടച്ചോളാം എന്ന് ഭൂമിക പറയുമ്പോൾ നഴ്സ് പറയണ വേണ്ട മാഡം, നിങ്ങൾ ബില്ലൊന്നും പേ ചെയ്യേണ്ട, കാരണം ഇവരെ കൊണ്ടുവന്ന അയാൾ തന്നെ പണം അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭൂമിക മനസ്സിൽ സ്വയം പറയുകയാണ് പാർവതിയോട് ഇത്രയും നന്ദി ചെയ്ത് അയാൾ എവിടെ പോയി, അയാളെ കണ്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് കാർത്തിക് വിഷമത്തോടു കൂടി ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ പാർവതിയുടെ അവസ്ഥ ഓർത്ത് കരഞ്ഞുകൊണ്ടാണ് കാർത്തിക് ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നത്. ഈ സമയം ഭൂമിക പറയുന്നുണ്ട് പാർവതിയോട് ഇത്രയും വലിയ കരുണ കാണിച്ച അയാളോട് ഒരു നന്ദി പോലും പറഞ്ഞില്ല, ഞാൻ പാർവതിയെ കണ്ട വെപ്രാളത്തിൽ ഞാൻ അയാളെ അന്വേഷിച്ചതുമില്ല എന്ന് പറയണ. അപ്പോൾ പ്രിയം പറയണ അത് ശരിയാണ്, ഇത്രയും നല്ല ഒരു ഉപകാരം ചെയ്തിട്ട് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല, അയാളുടെ വല്ല ഡീറ്റെയിൽസും തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നഴ്സ് പറയണേ എനിക്കൊന്നും അറിയില്ല, പക്ഷേ റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്ക്, ചിലപ്പോൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഭൂമിക പറയണേ എൻ്റെ കയ്യിലുണ്ട് അയാളുടെ നമ്പർ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾക്ക് വിളിക്കുകയാണ്, കാർത്തികിനെ വിളിക്കുകയാണ്. അപ്പോൾ കാർത്തികിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എൻ്റെ സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് ഇവിടെ പണവും കെട്ടിവെച്ച ശേഷം പോയ ഏട്ടന് എപ്പോഴും നല്ലത് മാത്രമാണ് ഉണ്ടാവൂ എന്ന് പാർവതി മനസ്സിൽ തട്ടിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ കൈലാഷ് പറയണേ എന്ന മേഡം നമുക്ക് പാർവതിയും
പാർവതിയെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് പോവാമെന്ന് പറയണം. അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ആ നേഴ്സ് ഡ്യൂട്ടി ഡോക്ടറോട് പറയുകയാണ്, അല്ല ആ പെൺകുട്ടിയുടെ പ്രശ്നം നമുക്ക് അതിലെ ഏതെങ്കിലും ഒരാളോട് പറഞ്ഞാലോ? എന്ത് പ്രശ്നം? ആ പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞാലോ? നിനക്കെന്താ ഇവിടെ വീണ്ടും ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ല? അല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞത് സത്യമാണ്, ആ പെൺകുട്ടി ഗർഭിണി തന്നെയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് പറയുമ്പോൾ നീ നിന്റെ പണി നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഹോസ്റ്റലിലെത്തിയ ശേഷം ഭൂമിക മേഡത്തിന്റെ ഫോണിലേക്ക് കാർത്തിക് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, മേഡം ഞാനൊരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിലാക്കിയില്ലേ, ആ പെൺകുട്ടിയുടെ വിവരം അറിയാൻ വിളിച്ചതാണ്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മേഡത്തിന് ഒരുപാട് സന്തോഷമാവണം. ഞങ്ങൾ നിന്നെ ഒരുപാട് അന്വേഷിച്ചു, നിന്റെ ഫോണിലേക്ക് വിളിച്ചു, പക്ഷേ നിന്നോടൊരു നന്ദി പറയാൻ പോലും കഴിഞ്ഞില്ല. അത് എനിക്കൊരു എമർജൻസി വന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയതാണ്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനസ്സുള്ളവരൊന്നും ആരുമില്ല. ഒരു ബന്ധവുമില്ലാത്ത പാർവതിയെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും നിങ്ങളുടെ കയ്യിലുള്ള പണം അടക്കുകയൊക്കെ ചെയ്തില്ല, അതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറയൂ, ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, അവളെ കണ്ടപ്പോൾ എൻ്റെ സ്വന്തം അനിയത്തി പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതൊന്നും ഒരു കുഴപ്പമില്ല, അത് സാരമില്ല, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പറഞ്ഞേക്ക്, ഞാൻ ആ പൈസ തിരിച്ചിട്ട് തരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട മേഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ ഭൂമിക വീണ്ടും ആ ഫോണിലേക്ക് തിരിച്ചു വിളിച്ച് നോക്കുന്ന സമയത്ത് വീണ്ടും ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ ഇപ്പോഴല്ലേ സംസാരിച്ചത്, അപ്പോൾ അതിനിടയ്ക്ക് ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആക്കിയോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. ഇത്രയും നല്ലൊരു മനസ്സുള്ള ആള് എന്നൊക്കെ ഭൂമിക കാർത്തികിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. പിന്നീട് പാർവതിയും ഐഷയും മീരയും ജെനിഫറും എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഉറക്കത്തിൽ പാർവതി സ്വപ്നം കാണുകയാണ്. സിൽവർ ജൂബിലി ഫംഗ്ഷന് നടന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ഡാൻസ് കളിച്ചതും ജ്യൂസ് കുടിച്ചതും മയക്കം വന്നതും പിന്നെ ആരോ വന്ന് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും പിന്നീട് ഒരു ബെഡിലേക്ക് കൊണ്ടുപോയി ഇട്ടതും പിന്നെ ആരോ എൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാർവതി സ്വപ്നം കാണുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതി അങ്ങ് അലറിങ്ങോണ്ട് ഞെട്ടി എണീക്കുകയാണ്. അപ്പോൾ ഐഷയും മീരയും ജെനിഫറൊക്കെ ഞെട്ടുകയാണ്. എന്നിട്ട് എന്താ പാർവതി, എന്ത് പറ്റി, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു കുഴപ്പവുമില്ല. നീ എന്താ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു കുഴപ്പവുമില്ല. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ അലറി വിളിച്ചത്, നീ എന്തോ പേടിച്ചിട്ടുണ്ട്, എന്താ പാർവതി എന്ന് അവർ ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഐഷ പറയണേ, എന്നാൽ നമുക്ക് പാർവതി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം, നിന്നോട് പറഞ്ഞതല്ലേ ചെക്കപ്പ് ചെയ്യാമെന്നുള്ളത്, അപ്പം നീ സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ പാർവതി പറഞ്ഞു ഇല്ല എനിക്കൊരു കുഴപ്പവുമില്ല, നിങ്ങൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഉറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പാർവതി കമ്പനിയിലേക്ക് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഐഷയും മീരയും ജെനിഫറും എന്ത് പറ്റി പാർവതി, ഇല്ല എനിക്ക് പോകാൻ വയ്യ, ഞാൻ ഇന്ന് പോകുന്നില്ല, ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ പാർവതി നീ എന്താ ഈ പറയുന്നത്, നിനക്ക് എന്താ പറ്റിയത്, എന്നോട് ഞങ്ങൾ പറയുന്നത് കേൾക്കണം, നിന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് ഡോക്ടറെ അടുത്തൊന്നും പോവണ്ട, എനിക്ക് എൻ്റെ നാട്ടിലേക്ക് പോയാൽ മതി, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് എല്ലാം കൊണ്ടും ഇവിടം കൊണ്ടും മതിയായി എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടു കൂടിയാണ് പാർവതി പറയുന്നത്. അങ്ങനെ പാർവതി കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ ഞാനല്ല എന്ന് തോന്നിപ്പോവുകയാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ വാർഡനോട് പറയും, ഭൂമിക മേഡത്തിനോട് പറയും, അത് വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല നീ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, അപ്പോൾ പിന്നെ വാർഡൻ പറഞ്ഞാൽ തന്നെ നീ അനുസരിക്കൂ എന്ന് പറഞ്ഞ് അവർ 3 പേരും വാർഡൻ്റെ അടുത്തേക്ക് പോവാട്ടോ. ഈ സമയം പ്രിയൻ കമ്പനിയിലെത്തിയിട്ട് പാർവതി എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രിയന് ടെൻഷനാവാണ്. അങ്ങനെ പാർവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ പാർവതി പ്രിയൻ്റെ കോള് കാണുമ്പോൾ എടുക്കുന്നില്ല. പ്രിയൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കുകൾ ഓർമ്മ വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രിയൻ്റെ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ 2-3 തവണ പ്രിയൻ വിളിക്കുമ്പോഴും പാർവതി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ പ്രിയനത് വിഷമാവാണ്. എന്ത് പറ്റി, പാർവതി ഫോൺ എടുക്കുന്നില്ലല്ലോ, പാർവതിക്ക് തീരെ വയ്യാതായോ എന്നുള്ള ടെൻഷനോട് കൂടിയാണ് പ്രിയ നിൽക്കുന്നത്. അങ്ങനെ പ്രിയ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. മെറ്റീരിയൽസിൻ്റെ ഓർഡറും കണക്കും കാര്യങ്ങളൊക്കെ എഴുതുന്ന പ്രിയന് അതൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, പ്രിയന് പാർവതി ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ ഹോസ്റ്റലിൽ ഭൂമിക മേഡം പാർവതിയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്തു പറ്റി പാർവതി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഭൂമിക മേഡം, ഞാൻ ഇനി എൻ്റെ നാട്ടിൽ
നാട്ടിലേക്ക് പോവുകയാണ്. എനിക്കിവിടെ കൊണ്ട് എല്ലാം കൊണ്ടും മടുത്തു എന്ന് പറയുമ്പോൾ പാർവതി, നിനക്ക് അത്രയ്ക്ക് വാശിയാണെങ്കിൽ നീ നാട്ടിലേക്ക് പോയിക്കോ. പക്ഷേ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. നീ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലയിൽ എത്താൻ കാരണക്കാർ ആരാണെങ്കിലും അവരെ നീ കണ്ടെത്തണം. അവരെ കണ്ടെത്തി അവർക്കുള്ള ശിക്ഷ നീ കൊടുക്കണം. എന്നിട്ടേണ് നീ ഇവിടെ നിന്നും പോവാൻ പാടൂ. നിന്നോട് ആരാണ് ഈ ചതി ചെയ്തത് എങ്കിൽ അവരെ നീ വെറുതെ വിടരുത്. അവർ ജീവിതകാലം മുഴുവനും മറക്കാൻ പറ്റാത്ത ഒരു ശിക്ഷയാണ് നീ അവർക്ക് കൊടുക്കേണ്ടത്. അത് ആരാണെങ്കിലും നീ കണ്ടുപിടിക്കണം. അല്ലാതെ ഇങ്ങനെ ഒളിച്ചോടുന്ന പാർവതിയല്ല ഞാൻ ഇതുവരെ കണ്ടത്. നീ ഒരു ചട്ടമ്പിപ്പാറുവല്ലേ. ആ ഒരു തൻ്റെടം നീ കാണിക്കണം. ഇവിടെ ഹോസ്റ്റലിൽ വന്നിട്ട് മുക്തയും ഹൃതികയും ഡയാനയൊക്കെ നിങ്ങളെ എത്രമാത്രം ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പാർവതി നീ തൻ്റെടത്തോടു കൂടിയാണ് അവരെയൊക്കെ എതിർത്ത് നിന്നത്. ആ പാർവതിയാണ് ഇനി ഞങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് ഇങ്ങനെ ഭീരുവായ പാർവതിയെ ഞങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നീ നിന്റെ നിരപരാധിത്വം എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചു കൊടുക്കണം. മറ്റേത് നീ ഇവിടെ നിന്നും നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്നവർ എല്ലാവരും അത് വിശ്വസിക്കും. പാർവതി പേടിച്ചോടിപ്പോയി എന്നല്ലേ അവർ കരുതുക. അതുകൊണ്ട് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിന്റെ നിരപരാധിത്വം എല്ലാവർക്കും മുന്നിൽ നീ തെളിയിച്ചു കൊടുക്കണം. എന്നിട്ട് നിന്നോടിത് ചെയ്തത് ആരാണെങ്കിലും അവരെ നീ പുറത്ത് കൊണ്ടുവരണം. അതാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഭൂമികയുടെ ഉപദേശത്തിൽ പാർവതിക്ക് കാര്യം മനസ്സിലാവാണ്. മാഡം പറയുന്നതിലും കാര്യമുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ എന്തിന് പേടിച്ചോടണം? മാഡം പറഞ്ഞതുപോലെ ആരാണ് എന്നോട് ഈ ചതി ചെയ്തതെങ്കിൽ അവരെ ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നുള്ള തീരുമാനം പാർവതി ഭൂമികയുടെ ഉപദേശത്തിൽ നിന്നും അങ്ങ് സ്വീകരിക്കുകയാണ്. ഈ സമയം കമ്പനിയിൽ പാർവതി വരാത്തത് കൊണ്ട് തന്നെ പ്രിയന് ഒന്നും ചെയ്യാൻ ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മോഹനനാണ് പാർവതിക്ക് പകരം എല്ലാവർക്കുമുള്ള തുണി തയ്ക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ജയന്തി ചോദിക്കുകയാണ്, എന്താവും പാർവതി വരാത്തത്? അറിയില്ല, പാർവതിയെക്കുറിച്ച് എന്നാൽ പ്രിയനോടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയണേ. അങ്ങനെ മോഹനൻ ചെന്ന് പ്രിയനോട് ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ അലസതയോട് കൂടി നിൽക്കുന്നത്? പാർവതി വരാത്തത് കൊണ്ടാണോ? പാർവതിക്ക് ഇന്നലെ സുഖമില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള കാര്യം മോഹനോട് പറയാണ്. അതിൻ്റെ ശേഷം അവൾക്ക് വല്ല കുഴപ്പവും വന്നോ എന്ന് കരുതി ഞാനൊന്ന് വിളിച്ചു നോക്കിയിട്ട് പോലും പാർവതി ഫോൺ എടുക്കുന്നില്ല. അവൾക്ക് വീണ്ടും സുഖമില്ലാതായോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ മോഹനൻ പറയാണ്, പ്രിയ, പാർവതിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാരൻ നീ തന്നെയാണ്. എത്രയോ അവസരങ്ങൾ വന്നിട്ട് പോലും നീ പാർവതിയോട് തുറന്നു പറഞ്ഞില്ലല്ലോ. നീയാണ് ഗന്ധർവൻ എന്നുള്ളത്. അവളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് നീയാണ് ഗന്ധർവൻ എന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവനോടൊപ്പമാണ് ഗോഡൗണിൽ താമസിച്ചത് എന്നുള്ള ധൈര്യത്തോടു കൂടി പാർവതി എല്ലാവർക്കും മുന്നിൽ പറഞ്ഞേനെ. നീ തന്നെയാണ് പാർവതിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞ് മോഹനനും പ്രിയനെ കുറ്റപ്പെടുത്തണം. ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.